ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. അവരുടെ കാര്യം അവര് പരിഹരിച്ചോളൂ. എനിക്കറിയാം. പുരക്ക് തീ കൊടുക്കാതെ നിൽക്കാതെ അടങ്ങി ഒതുക്കി നിന്നോണം. ഇപ്പൊ മേടക്ക് കുട്ടിയായി പോരെ? പിന്നെ ഐഷു കുട്ടി സുന്ദരി കുട്ടിയായി. ഇനി കൊറേ നാള് കഴിയുമ്പോ നടന തിലകം ഐഷുക്കുട്ടി അല്ലേ ചേച്ചി? കണ്ട അലവലാദികളുടെ ഡാൻസ് സ്കൂളിലൊന്നും പോകണ്ട. ഞാൻ നല്ല ഒന്നാം തരോട്ട് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞതാ. അപ്പൊ ആര് കേക്കുന്നു? കാശ് കളഞ്ഞേ പറ്റുമെന്ന് വാശി. ചെല്ലു. എന്റെ ജയന്റെ അമ്മേ, കൊച്ചു തുള്ളലല്ല പഠിക്കാൻ പോകുന്നത്, ഡാൻസാ. നിങ്ങൾ പഠിപ്പിച്ച ഡാൻസ് ആവില്ലല്ലോ. അല്ല, മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ല. നിങ്ങൾ മുറ്റത്തെ മുല്ലയായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവന്റെ മോളായതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാനും തീരെ ഇഷ്ടമല്ല. അത് വേറെ സത്യം. ഇത് ആറ്റേലമ്പലത്തിലെ പ്രസാദമാ. ഒരു കല പഠിക്കാൻ പോവല്ലേ. ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വേണം പോവാൻ. അയ്യോ, അതിന് ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ട്. അല്ല, നല്ല കലാപാരമ്പര്യമുള്ള കൊച്ചല്ലേ. അതിന്റെ മുത്തച്ഛൻ ഓട്ടം തുള്ളല്, അച്ചമ്മ മോഹിനിയാട്ടക്കാരി. എന്തോന്ന് മോഹിനിയാട്ടക്കാരി. എടാ, ഇവർക്ക് മോഹിനിയാട്ടമൊക്കെ അറിയാവോടാ? ഇവർക്ക് രണ്ടു തരം ആട്ടം അറിയാം. ഒന്ന് അച്ഛനെ തല്ലാൻ ഓടിക്കുന്ന അമ്മിണിയാട്ടം, മറ്റൊന്ന് ചിലപ്പോ ഇറച്ചി മീന് കിട്ടാതാകുമ്പോ കാട്ടിക്കൂട്ടുന്ന മുതുക്ക് കൂത്താട്ടം. ഹായ് ഐഷുക്കുട്ടി, ഇന്നു മുതല് ഡാൻസ് അറിയാവല്ലേ? അല്ല മോനെ, നീ കൊച്ചിനെയും കൊണ്ട് ബൈക്കിൽ പോയാ മോളെ ആരും ഓഫീസിലെത്തിക്കും? അതിപ്പോ ദൈവമേ, മാഡം ഒന്ന് വിളിക്കാനും പാടില്ലല്ലോ. എന്താടാ ഇതൊന്നും പറയാത്ത? അച്ഛാ, പുള്ളിക്കാരിയെ കൊണ്ടുപോകാൻ പുള്ളിക്കാരുടെ ഡ്രൈവർ വരും. പുള്ളിക്കാരിയോ? അതാരാ പുള്ളിക്കാരി? ഞാന് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു പുള്ളിക്കാരിയായിട്ട് മാറിയത്. ഓ, ഈ മാഡം വിളിക്ക് പകരമായിട്ട് വന്ന പേരാണോ പുള്ളിക്കാരി? ആരും കളിയാക്കൊന്നും വേണ്ട. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളുണ്ട്. ഞാൻ മാഡത്തെ പണ്ട് മുതലേ വിളിക്കുന്നത് മാഡം എന്നല്ലേ. പെട്ടെന്നത് മാറ്റാൻ വലിയ പ്രയാസ. സമയമെടുത്ത് മാറ്റിക്കോളാം. എന്ത് വേണമെങ്കിലും വിളിച്ചോ, എനിക്ക് എതിർപ്പൊന്നുമില്ല. കാറ് വന്നല്ലോ. അപ്പൊ ശരി, എല്ലാവരോടും കൂടി ഞാൻ പോയിട്ട് വരാം. ഐഷു, വാചകരെ, നമുക്ക് പോവാം. അച്ഛാ, അമ്മേ, ഞാൻ
പോയിട്ട് വരാട്ടോ. അമ്മാമ്മേ, ഞാൻ പോയിട്ട് വരാവേ. ചോ, എന്നാലും ആ കൃതിയെ കൊച്ചിന്റെ അഹമ്മതി പറയാതിരിക്കാൻ പറ്റത്തില്ല. റിയ കൊച്ചിന്റെ അഹമ്മദാ? ഏത് അഹമ്മദ്? അഹമ്മദ് അഹമ്മദും മുഹമ്മദും ഒന്നും അല്ല, അഹങ്കാരി. അതാ പറഞ്ഞത്. ഓ, ഇത്രയും നാളും കൊണ്ടു നടന്ന ഭർത്താവിനെ ഒരു സെക്കൻഡ് കൊണ്ട് അവള് മറന്നു കളഞ്ഞില്ലേ? ആവശ്യമില്ലാത്ത കാഴ്ചയൊന്നും നിങ്ങൾ ഇടപെടണ്ട. അവരുടെ കാര്യം അവര് പരിഹരിച്ചോളൂ. എനിക്കറിയാം. പുരക്ക് തീ കൊടുക്കാതെ നിൽക്കാതെ അടങ്ങി ഒതുക്കി നിന്നോണം. അച്ഛാ, ഞങ്ങൾ ഇറങ്ങാ. ആ, നീ ഒന്ന് നിന്നേ. നീ ഏത് ഡാൻസ് സ്കൂളിലാ കൊച്ചിനെ കൊണ്ടുപോണേ? വെള്ളയമ്പലത്തൊരു ഡാൻസ് സ്കൂളില്ലേ, സരോവരം? അത് വേണ്ട, ഞാനൊരു സ്കൂൾ പറയാം. നീ മോളെ അവിടെ കൊണ്ടാക്കിയാ മതി. അതെവിടെയാ അച്ഛാ? തിരുമലയ്ക്ക് അടുത്ത് ചിലങ്ക ഡാൻസ് സ്കൂളുണ്ട്. ശരി അച്ഛാ. മോളെ, അമ്മാവനെ കെട്ടിപ്പിടിച്ചിരുന്നോളൂട്ടാ. വാ. ചന്ദ്ര, ഇതെല്ലാം മാഡം ഇന്ന് തന്നെ നോക്കി സൈൻ ചെയ്ത് തരേണ്ടതാ. വർക്ക് ലോഡ് വളരെ കൂടുതലാണെന്ന് അറിയാം മാഡം, പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ പറ്റും മാഡം? ഇതൊക്കെ മാഡത്തിനല്ലാതെ വേറെ ആർക്കും ചെയ്യാനും പറ്റില്ല. ശരി സാന്ദ്ര, ഞാൻ ചെയ്തോളാം. ശരി മാഡം. ഈ തിരക്കിനിടയിൽ എങ്ങനെ ഞാൻ എന്റെ അന്വേഷണം പൂർത്തിയാക്കും? എല്ലാം കൊണ്ട് ടെൻഷനാണല്ലോ ദൈവമേ. ഈ രാജു എന്താ വരാത്തത്? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അകലേ